ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മളിപ്പോൾ തിരുവിളക്കാവ് അമ്പലത്തേക്ക് പോവാം കേട്ടോ. എല്ലാ കൊല്ലം പോണതാണ് കേട്ടോ സ്കൂൾ തുറക്കണ മുമ്പ്. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ബസ് സ്റ്റോപ്പ് എത്തി. ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു കടയാട്ടോ. അതിൻ്റെ ഫ്രണ്ടിലാണ് ബസ് കൊണ്ട് നിർത്തുന്നത്. അപ്പം ഞാനും പിന്നെ സിയും പിന്നെ അമ്മയായിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോണത് കേട്ടോ. അപ്പം ദേ ബസ് വൈകാതെ ഒന്ന് വന്നു നോക്കുമ്പോൾ അപ്പം തന്നെ മഴയും പെയ്തു ഗൈസ്. അങ്ങനെ ദേ ഷട്ടറൊക്കെ അപ്പേക്കും പൂട്ടി. ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഷട്ടറില്ലാണ്ട് ഷട്ടർ തുറന്നിടണം. അങ്ങനെ ദേ ഞങ്ങൾ ഷട്ടർ തുറന്നിട്ടു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കേട്ടോ. ദേ നോക്ക്, റോഡിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ, എന്തൊരു കാടൊക്കെ പിടിച്ചിരിക്കുക. പോണ വഴിയിലൊക്കെ ഓരോ മരമൊക്കെ വീണ് കിടക്കലായിരിക്കും. സി എം മോള് ഹാഫ് എത്തിയപ്പോൾ ദേ എൻ്റെ മടിയിൽ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കിപ്പോൾ കഷ്ടം. അങ്ങനെ ദേ ഇപ്പം ദേ ഇരിഞ്ഞാലൂടെ വഴി പോയ കാരണം ഇരിഞ്ഞാലൂടയിൽ വണ്ടി നിർത്തിയിട്ടു കുറച്ച് നേരം. എനിക്കാണെങ്കിലോ വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ബോറിങ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേ വണ്ടി വീണ്ടും എടുത്തു. അങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ ഗസ്. അങ്ങനെ ദേ ഞങ്ങൾ ഇറങ്ങിയിട്ട് ദേ അപ്പുറത്തെ സൈഡ് ഇറക്കി തന്ന കാരണം ക്രോസ് ചെയ്തിട്ട് വേണമായിരുന്നു തിരുവള്ളക്കാവിൻ്റെ അവിടേക്ക് പോകാൻ. ഇതാണ് തിരുവള്ളക്കാവിലേക്ക് പോകാനുള്ള വഴി. ഞങ്ങൾ ദേ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കട്ടെ. സി എം മോൾ അവിടെ ഇവിടെയൊക്കെ നോക്കി നടക്കാണ് കേട്ടോ അവള്. അങ്ങനെ ദേ തിരുവള്ളക്കാവ് ക്ഷേത്രം എത്തിയിട്ടുണ്ട്. ഉള്ളിലേക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അവിടെ ഫോണെല്ലാം അവിടെ അല്ലായിരുന്നു. അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ട് ദേ ഞങ്ങൾ ആ പായസം അപ്പൊക്കെ കഴിപ്പിച്ചിട്ട് ദേ അതിരുന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. പായസം ഇപ്പം തിന്നില്ല, അപ്പം ഇരുന്ന് തിന്നാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ ദേ ഞങ്ങൾക്ക് വിശന്നു. അപ്പം നിന്നും കൊണ്ടൊന്നും മാറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു എന്താ പറയുക ഒരു ഹോട്ടലിൽ വെജ് ഹോട്ടലിൽ കയറിയിട്ട് ദേ ഞാനും സിയും അമ്മയും കൂടിയിട്ട് 3 നൈ റോസ്റ്റ് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ നൈ റോസ്റ്റിത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സാമ്പാറാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് വേറെ ഏതോ ഒരു മുളക് ചമ്മന്തി, ആ നടുവിലുള്ള മുളക് ചമ്മന്തിയാണ് കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടമായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി സാമ്പാർ. അങ്ങനെ നമ്മൾ ആ കടയിൽ പോയി ഒരു ബൂമർ നിന്നിട്ട് ദേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ബസ്സൊക്കെ കയറി ഇരിഞ്ഞാലൂടെ വന്ന് സി എം ഒക്കൊക്കെ വാട്ടർ ബോട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇഷ്ടമുള്ള വാട്ടർ ബോട്ടിൽ അവൾ ഓൾറെഡി മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് അമ്മയിപ്പോൾ എടുത്ത് കാട്ടണമെന്ന് ആൾക്ക് പറ്റില്ല കേട്ടോ ഗൈസ്. അങ്ങനെ 3 കടയിൽ കയറിയിട്ടാണ് ആൾക്ക് വാട്ടർ ബോട്ടിൽ കിട്ടിയത് കേട്ടോ. അതൊന്നും ഇപ്പം ഞാനിവിടെ കാട്ടുന്നില്ല. അങ്ങനെ ഫൈനലി വാങ്ങിച്ചത് ഈ വാട്ടർ ബോട്ടിലാണ്. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ കയറി. അങ്ങനെ ഡ്രസ്സൊക്കെ ഞങ്ങൾ വാങ്ങി. അപ്പോൾ ടാറ്റാ.